ഹലോ ഹായ്. ഇന്നത്തെ ടോപ്പിക് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ വിജി? ഇന്നൊരു ഞാൻ കുറെ ചിന്തിച്ച് എന്റെ മനസ്സിലേക്ക് വന്നൊരു കൊറേ സമയം ഇരുന്ന് ചിന്തിച്ചു. അല്ല, അത്ര സമയമില്ല. എന്നിരുന്നാലും എനിക്ക് ആ ടോപ്പിക് എനിക്ക് ഇഷ്ടമായി. നമ്മുടെ വീട്ടില് നമ്മുടെ അപ്പന്മാരനെ ഹീറോ ആക്കുന്ന ഒരാളുണ്ട്. ആരാന്നറിയാം? അത് അമ്മമാരായിരിക്കും. സത്യം അല്ലെ? എന്നുവെച്ചാൽ ഈ അപ്പന്മാര് പലപ്പോഴും ജോലി സംബന്ധമായിട്ട് വിദേശത്തും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന കുറെ അപ്പന്മാരുണ്ട്. ഈ അപ്പന്മാർക്ക് മക്കളായിട്ടുള്ള ഒരു കോണ്ടാക്ട് വളരെ കുറവായിരിക്കും. ഡയറക്റ്റ് കോണ്ടാക്ട് കുറവായിരിക്കും. അപ്പൊ ഇവരിനെ ഈ കോണ്ടാക്ട് ഭയങ്കര ഇതായി ഹാർഡാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ എപ്പോഴും പരിശ്രമിക്കുന്ന ആളായിരിക്കും പക്ഷെ അവരെന്താണ് അമ്മമാരെന്താണ് നമ്മുടെ അപ്പന്മാരനെ പറ്റി പറയുന്നത്? അതിപ്പോ എത്ര പൊട്ടയായാലും എത്ര ദുഷ്ടനായാലും എത്ര ഉപദ്രവിക്കുന്ന ആളായാലും ഒരു അമ്മയുടെ വാക്കുന്നെന്ന് പറയാണ് ആ അപ്പൻ ബെസ്റ്റ് ആണ് എന്ന് പറയുമ്പോ ആ മക്കൾക്ക് പലപ്പോഴും അപ്പൻ ബെസ്റ്റ് ആയിരിക്കും അല്ലെ? അതെ, പിള്ളേർക്ക് മനസ്സിൽ അത് തന്നെയായിരിക്കും. പിന്നെന്ന് വെച്ചാൽ ഈ അപ്പന്മാർക്ക് ചിലർ വിചാരിക്കും ഭയങ്കര ദേഷ്യാണ്. അതാണ് ചിലപ്പോ ഉള്ളില് നല്ല സ്നേഹമായിരുന്നു, അവർ പ്രകടിപ്പിക്കണില്ല. പക്ഷെ ഈ അപ്പന്മാര് പ്രകടിപ്പിച്ചു കഴിഞ്ഞാല് ഇത്രയും കൂടി സ്ട്രോങ് ആയിരിക്കും പിള്ളേരും അപ്പന്മാരും തമ്മില്. ഇതിപ്പോ വിദേശത്തായാലും പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോ പിള്ളേര് നല്ല സ്നേഹത്തോടു കൂടിയായിരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഈ അപ്പന്മാരുടെ ഉള്ളിൽ സ്നേഹം വെക്കും. ആ ഉള്ളിൽ നിന്ന് കുറച്ചുകൂടി പുറത്തേക്ക് ചാടി വെക്കുക. അപ്പൊ അപ്പന്മാരോടുള്ള സ്നേഹം ഒന്നും കൂടി കൂടും. പിന്നെ ഈ അമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മക്കളുടെ മനസ്സിലുണ്ടാവുക. അപ്പൻ പല വീടുകളിൽ അമ്മമാര് ഗൾഫിലായ വീടുകളുണ്ട്. നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പന്മാർ അത്രയും സ്ട്രോങ് ആയിട്ടാണ് നിക്കുക. അമ്മയുടെ സ്ഥാനത്ത് ചെയ്ത് ചിലപ്പോ പലപ്പോഴും അപ്പന്മാര് ജോലി പോലും ഉപേക്ഷിച്ച് മക്കളെ അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതുപോലെ പറയുന്നത് ഒരു അപ്പനെ ഹീറോ ആക്കുന്നത് അമ്മയാണ്. അതുപോലെ ഒരു അമ്മേനെ ഹീറോയിൻ ആക്കുന്നത് അപ്പനാണ്. ആ ഒരു ഐക്യത്തോടു കൂടി വളരുമ്പോഴാണ് ആ ഐക്യത്തോടു കൂടി വളരുമ്പോഴാണ് മക്കൾക്ക് അപ്പനോടായാലും അമ്മയോടായാലും ഒരു ബഹുമാനവും സ്നേഹമൊക്കെ തോന്നുക അല്ലെ? അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം അല്ലേ? ഓക്കെ, അതിപ്പോ എല്ലാ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അത്ര അണ്ടർസ്റ്റാൻഡിങ് കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ജീവിച്ചു വന്ന സാഹചര്യം വേറെ ആയിരിക്കും, ഇവരുടെ ജീവിത സാഹചര്യം വേറെ ആയിരിക്കും. അതിപ്പോ എത്രയായാലും അത് രണ്ടും കൂടി മിങ്കിൾ ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറെ അണ്ടർസ്റ്റാൻഡിങ് അതിന്റെ ഇടയിൽ വരണം. എന്നാൽ മാത്രം തന്നെയാണ് ഒരു ഹസ്ബൻഡ് വൈഫ് ബന്ധം നല്ല രീതിയിൽ പോവുള്ളൂ അല്ലെ? നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ലെവല് പോലെ ഇരിക്കും നമ്മുടെ പിള്ളേരുടെ മൈൻഡ്. അച്ഛനോടായാലും അമ്മോടായാലും അമ്മമാരായാലും വിദേശത്ത് ജോലി കഴിഞ്ഞ് വരുമ്പോ ഒരു മാസത്തേക്ക് വരുമ്പോ ഒരു കൊല്ലത്ത് അല്ലെങ്കിൽ 2 കൊല്ലത്തെ സ്നേഹം അവർക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റണത് ആ വീട്ടിലുള്ള അമ്മയോ അല്ലെങ്കിൽ അപ്പനോ പോയത് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോ മക്കൾക്ക് കുറച്ചും കൂടി അവരോടുള്ള സ്നേഹം കൂടിയുള്ളൂ അല്ലെ? അപ്പൊ ഓരോ വീട്ടിലും ഓരോ അപ്പനെ ഹീറോ ആക്കുന്ന അമ്മമാർക്കും അതുപോലെ ഓരോ വീട്ടിലെ അമ്മയെ ഹീറോയിനാക്കുന്ന അപ്പന്മാർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.